ഗഡ്ഡികളെ എന്തുട്ടാ പരിപാടി? അപ്പോഴേ നിങ്ങൾ ഈ ഇടി കിട്ടിയതിൻ്റെ തലയിൽ പാമ്പടിക്കാന്ന് കേട്ടണ്ട. ഇന്നലെ പെണ്ണിന് പല്ലുവനായിട്ട് ആശുപത്രി വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വണ്ടിയുടെ ടയറില്ല. എന്നാൽ പിന്നെ ഇന്ന് രാവിലെ ടയർ ഇടയിൽ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ടയറും പോയി ട്യൂബും പോയി, നിനക്ക് വേണമെങ്കിൽ രണ്ടും കൂടി 1000 രൂപ സെറ്റ് ചെയ്തിരുന്നു. കേട്ട പതി കേൾക്കാത്ത പതി ടയർ അങ്ങോട്ട് ഊരി. വില കേട്ടാലും കേട്ടണ്ട, റീസോളിങ് ടയറാണ്. ട്യൂബും സെക്കൻഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വണ്ടിയുടെ FC തീരാറായിട്ടുണ്ട്. ഏകദേശം 1 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ളൂ. അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഉള്ളി കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടികൾക്ക് വേണ്ട ടയറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ആൾ ടയറൊക്കെ ഊരിണ്ട് കേട്ടോ. വെയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾ കൊണ്ടുവന്ന ടയറും ട്യൂബും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനിയിപ്പം മഴ അധികം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റീസോളിങ് ടയർ യൂസ് ചെയ്യാം കേട്ടോ. കാരണം വലിയ കുഴപ്പമില്ല. ഈ നനഞ്ഞെടുക്കുന്ന റോട്ടിലും അതേപോലെ കുണ്ടും കുഴിയിലൊക്കെ വീഴുമ്പോഴാണ് നമ്മുടെ റീസോളിങ് ടയർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് തന്നെ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു കാലാവസ്ഥയിൽ റീസോളിങ് ടയർ വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്കിലും ഈ സാധനം കൂടി വന്നാൽ ഈ 1 കൊല്ലമൊക്കെ നിൽക്കുള്ളൂ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടി ഈ ഒരു കോലായിട്ടായിട്ടിരിക്കണേ. പക്ഷെ ലുക്ക് മാറ്റാനായിട്ട് ഇത് നമ്മുടെ ടയറൊക്കെ എയർ അടിച്ച് സെറ്റ് ആക്കിയിട്ട് കയറ്റി വെച്ചു. ഒന്ന് നോക്കിയപ്പോൾ ടയറാണ് നല്ല രസമുണ്ട്, വണ്ടി വലിയ കാര്യമില്ല. ലുക്കുള്ള വണ്ടി ലോഡിങ്ങാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഫ്രണ്ട് ടയറും കൂടി ഒന്ന് ചെക്ക് ചെയ്തു. നേരെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള വർക്ക്ഷോപ്പിൽ വന്നിട്ട് ചെയിനൊന്ന് ടൈറ്റ് ചെയ്യണ്ടായിരുന്നു. ചെയിൻ ടൈറ്റ് ചെയ്തപ്പോൾ വീല് കുറച്ച് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് ലെവലാക്കി ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ വന്നത് കടയ്ക്കാണ്. കാരണം കുടുവിന് ബിസ്ക്കറ്റ് മേടിക്കണം. അങ്ങനെ കണ്ണി കണ്ടിട്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റും 1 പാക്കറ്റ് പാലും മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ കുടുവിന് വണ്ടിയുമ്പോൾ പോകണം. എന്നാൽ പിന്നെ മീൻ മേടിക്കാൻ പോകാമെന്ന് ചോദിച്ച് മീൻ മേടിക്കാൻ കുടുവിനും കൊണ്ട് കടയിലേക്ക് വന്നു. മീൻ നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടോ. എന്നാലും ചാള കഴിച്ചിട്ട് കുറച്ചായി. അപ്പോൾ പിന്നെ 1 കിലോ ചാളയും മേടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വലിയ മീൻ കൂടി മത്സരിച്ചിരുന്ന് നന്നായി ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്തു. അങ്ങനെ മസാലയും പറ്റി കുറച്ച് നേരം റെസ്റ്റിന് വെച്ചു. ഇനിയുള്ള പരിപാടിയിൽ ഞാൻ തലയിറങ്ങില്ല കേട്ടോ, കാരണം അത് പ്രശ്നമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ.